ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒന്ന് കേൾക്കാം. 12/9/25 കഥയാണ് കേട്ടോ. അപ്പോൾ കഥയിൽ എന്താ വെച്ചാൽ മുത്തശ്ശനെല്ലാം അറിയുന്നുണ്ടല്ലോ, മുത്തശ്ശൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശന് ആ വീഡിയോ ഫോൺ അങ്ങനെ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ആ വീഡിയോ എല്ലാവരും കൂടെ കാണുന്നുണ്ട്. ഓരോരുത്തർ കാണു പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ആദർശും നയനയും അങ്ങോട്ട് വരുന്നുണ്ട്. പറയും, നിങ്ങളും കൂടെ കണ്ടിട്ട് റിവൈൻഡ് അടിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ് അനിയുടെ അച്ഛനോട്. അപ്പോൾ പറയും, ഇത്രയും ഇതുണ്ടായിട്ട് നിങ്ങളാരും ഒരു വാക്ക് പോലും എന്നോട് പറയാതെ ഒളിപ്പിച്ച് വെച്ചില്ല. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ മോശം കാണിക്കാൻ പാടുണ്ടോ? അതും കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയോടാണ് അവനിങ്ങനെ കാണിച്ചത്. അത് എന്തോ ആയിക്കോട്ടെ, അവൾക്ക് വേറൊരു കുടുംബത്തിൽ കയറി ചെല്ലേണ്ട പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടിയോടാണ് അവനിങ്ങനെ അനീതി കാണിച്ചത്. ഇവൻ ഇത്രയ്ക്ക് മോശമായിട്ട്, അജയ നീ എന്താ മിണ്ടാതിരുന്നത്, നീ ഇത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അജയൻ പറയും, ഞാൻ കണ്ടു വെച്ചാറി. എന്നിട്ട് നീ അവനെ ചിലറുമ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ പറയും, ഇത്രയും സംഭവങ്ങളിട്ട് ആരും എന്താണ് എന്നോട് പറയാതിരുന്നത്? ഞാനൊരു രോഗിയാണെന്നുള്ളത് അറിയില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ആണ് എന്നോട് ഈ ഒരു വാക്ക് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ ജാനകി പറയും, അച്ഛാ ഇപ്പം തന്നെ ഞാനല്ലേ കാണിച്ച് തന്നത് ആ വീഡിയോ എന്നൊക്കെ പറയണേ. എൻ്റെ മോൾ എത്ര വിഷമത്തോടു കൂടിയാണ് അങ്ങോട്ട് പോയതെന്നറിയോ? ഇങ്ങനെയെന്നൊക്കെ അനാമികേനെ അങ്ങനെ പൊക്കി പറയും, അനാമിക മോൾക്ക് ആകെ സങ്കടമായിട്ടല്ലേ ഇവിടുന്ന് പോയത്, നിങ്ങളെല്ലാവരും കൂടെ അതിന് കൂട്ടു നിന്നു. അത് വെച്ചാൽ അവൾ ഇവിടുന്ന് പോകാൻ എല്ലാവരും കൂട്ടു നിന്നു പറയും. അപ്പോൾ ദേവയാനിയൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അവൻ ഇപ്പം തന്നെ വിളിക്കുക എന്ന് പറയുകയാണ് അജയനോട്. അങ്ങനെ അജയൻ അനീനെ വിളിക്കുമ്പോൾ അനിയുടെ കൂട്ടുകാരെ കൂടെയാണ്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, അപ്പോൾ അനി സംസാരിക്കുന്നത് എന്താ ചേട്ടാ, ഇനിയിപ്പോൾ ആ വീഡിയോ മുത്തശ്ശിയും കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്കതിൽ ആ കാര്യത്തിൽ നല്ല ഭയമുണ്ട്. ഇനിയിപ്പോൾ നന്ദു അങ്ങനെ അങ്ങോട്ട് വിളിച്ച് പറയുമെന്നൊരു പേടിയുണ്ട് എന്ന് പറയും. അപ്പോൾ കൂട്ടുകാർ പറയേ, അങ്ങനെയല്ല, എന്താണ് രൂപേഷോ എന്തൊക്കെയാണ് ചെക്കന്മാരെ പേര്. അപ്പോൾ പറയേ, അങ്ങനെ അവളൊരിക്കലും പറയില്ല, നിൻ്റെ അമ്മയെ പേടിച്ചാൽ മതി, നിൻ്റെ അമ്മ അല്ലെങ്കിൽ അനാമിക ആരെങ്കിലും പറയുള്ളൂ, നന്ദു ഒരിക്കലും അത് പറയില്ല, എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിന് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും അജയൻ വിളിക്കുകയാണ്. അപ്പോൾ അജയൻ വിളിക്കുമ്പോൾ അച്ഛനാണ് വിളിക്കുന്നത്, എന്താ നോക്കട്ടെ പറയും. ഇനിയിപ്പോൾ കടയ്ക്ക് ചെല്ലാനിട്ടാണാവോ അറിയില്ലല്ലോ പറയാൻ. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. എടാ ഞാൻ വീട്ടിൽ പോവാണ്, അച്ഛൻ വേഗം ചെല്ലാൻ പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പമായോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനി അവിടുന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ കൂട്ടുകാർ നമ്മൾ സംസാരിക്കേണ്ടത്, എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടത്തണം, അവരൊക്കെ കൂട്ടിക്കെട്ടണം, അതിന് എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാവണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ എന്താണ് മറ്റേ അനാമിക വിഷം കൊടുത്ത കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാത്തവർക്കൊക്കെ അറിയാം, ജാനകിക്കും ജലജയ്ക്കിന് ഓൾറെഡി അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ഇവരോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ രോഗത്തെ പേടിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങനെ അപ്പോഴേക്കും അനാമികയുടെ വീട്ടിൽ ആഘോഷമാണ്. അനാമിക പറയും, അമ്മേ കിളവിയും അറിഞ്ഞു, എൻ്റെ അമ്മായിയമ്മ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു, ഇപ്പോൾ ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും ആണോ, അതെയോ, നന്നായി എന്തായാലും എന്ന് പറയും. അപ്പോഴേക്കും വീണു വരികയാണ്. അച്ഛൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, ജാനകി എന്നെ വിളിച്ചിരുന്നു, ഇപ്പോൾ വിളിച്ച് ജാനകി എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, എന്തായാലും ഇനിയിപ്പോൾ അവരൊക്കെ വരും വിളിക്കും, മോള് പോവരുത്, നമ്മൾക്ക് കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കണം, മോള് പോവരുത്, മോളെ വല്യമ്മയോ ഇളയമ്മയോ അമ്മയോ ഒക്കെ കൂടെ അങ്ങോട്ട് അമ്മായിയോ ഒക്കെ കൂടെ അങ്ങോട്ട് വരട്ടെ വിളിക്കാൻ, അപ്പോൾ പോവരുത് ഇവിടുന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഇല്ല ഞാൻ പോവില്ല എന്നറിയാം, നമ്മളുടെ ഡിമാൻഡിന് നമ്മൾക്ക് നിന്ന് കൊടുക്കണം, എന്നാൽ അല്ലെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, നീ അവിടുന്ന് പോരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കനത്തിൽ കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അവിടെ പത്മനാഭ സ്വാമിയുടെ കയ്യിലുള്ള അത്ര സ്വർണ്ണം അവരുടെ കയ്യിലുണ്ട്, പല ലോക്കറുകളിലായിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്, അത് കുറച്ചെങ്കിലും നിനക്ക് തരണം, എന്താ മനക്കണക്ക് കൂട്ടലെന്ന് പറയുക. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ ചിലപ്പോൾ കളവിനും കൂടി ഓണാഘോഷിച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അത് എന്തായാലും നന്നായി, അങ്ങനെ സന്തോഷിക്കണ്ട, ഇനിയിപ്പോൾ കളവിനും ഇങ്ങോട്ട് വരുത്തണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം, നീ അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയണേ. അപ്പോൾ അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അറിയാം, എന്തായാലും വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഉടനെ നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര മനക്കോട്ടയൊക്കെ കെട്ടിയിരിക്കുകയാണ്, അച്ഛനും അമ്മയും മകളും കൂടെ. അപ്പോഴാണ് അനിയുടെ രംഗപ്രവേശം. അനി വരുമ്പോഴേക്കും അനി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഇടാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് അനിയുടെ കോളറിനെ ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് ഇടും. അനി അല്ലെങ്കിൽ ഒരു അശു. അതിൻ്റെ മുത്തശ്ശൻ്റെ ആ വലിയിൽ അനി വെച്ച് വിടാൻ പോകുമ്പോൾ മുത്തശ്ശനെ തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാം, നീ
എന്താടാ കാണിച്ചത്, നീ അത്രയ്ക്കായോ, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറാൻ നീ വളർന്നോ, നീ എന്താണ് ഞാനൊരു രോഗിയാണെന്നുള്ള കാര്യം നീ മറന്നോ, 9 മണിയാകുമ്പോഴേക്കും ഞാൻ സ്ട്രിക്റ്റായിട്ട് ഉറങ്ങിക്കൊള്ളണമെന്ന് ഡോക്ടർ പറഞ്ഞോണ്ട് പിന്നെ ഇവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. 10 മണിക്ക് മുന്നേ എല്ലാവരോടും വീട്ടിൽ കയറാൻ വേണ്ടി പറഞ്ഞിട്ട് അതൊന്നും ആരും അനുസരിക്കുന്ന പോലും ഇല്ല. എന്നിട്ട് നീ എന്താ കണ്ടത്, നീ ആ അനാമിക മോൾ എത്ര പാവം കുട്ടിയെന്നറിയോ, അവളെയാണ് നീ വിഷമിപ്പിക്കുന്നത്, നീ അവൾക്ക് മനസ്സിലാക്കുക, നീ അവളെ സ്നേഹിക്കുക, നീ അവളെ സ്നേഹിച്ച് അവളെ കൂടെ കൊണ്ട് നടക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കണ്ട പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നിനക്ക് ഇതിന് മാത്രം ധൈര്യം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വഴക്കാണ് അനിയനെ. അപ്പോൾ അനിയൻ എനിക്ക് അവളെ ഇഷ്ടമല്ല, അനാമികനെ ഇഷ്ടമല്ല, അവളെ കൂടെ കൊണ്ടു നടക്കാനും എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ലാന്നോ, നിനക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്ത വയ്ക്കുമ്പോൾ അവിടുന്ന് അനിയൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് അനിയൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറയും എന്ത് വന്നാലും വേണ്ടില്ല, പിന്നെ അവളെ മര്യാദയ്ക്ക് കൂട്ടിക്കൊണ്ട് വരണം, അനാമിക മോളെ ഇനി കൂട്ടിക്കൊണ്ട് വരണം. ദേവയാനിയോടും കൂടിയാണ് പറയുന്നത്. ദേവയാനി നിന്നേക്കാൾ അറിയാൻ അവളുടെ അമ്മേനേക്കാളേറെ നിന്നെയാണ് ദേവയാനിനെ സ്നേഹിച്ചിരിക്കുന്നത്. നീയും കൂടെ മുൻകൈ എടുത്ത് അവൻ്റെ ഈ സ്വഭാവത്തെ തിരുത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അതേപോലെ അച്ഛ പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമൊക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് ജാനകി പറയും. നീയും ഉണ്ടരുത്, നിൻ്റെ ഭർത്താവിൻ്റെയും കവളത്ത് ഓരോന്ന് തരിക വേണ്ടത്, നിങ്ങൾ നന്നായിട്ടാണല്ലോ അപ്പോൾ അവൻ ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും ആദർശിനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത്, എൻ്റെ മോനായിരുന്നെങ്കിൽ പാവമായിരുന്നു, ഇപ്പോൾ അവനായിരുന്നു ആദ്യം തല തിരിഞ്ഞിരുന്നു, ഇപ്പോൾ അവൻ നന്നായപ്പോൾ എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോരുത്, നീ ചവിട്ടി പുറത്താക്കുമെന്ന് അറിയും മുത്തശ്ശൻ ജലജേനോട്. ജലജ അപ്പോഴേക്കും അബിക്ക് വേണ്ടി ഗോളടിക്കാൻ വേണ്ടി ഇറങ്ങിയിറക്കുക. അത് ചവിട്ടി പുറത്താക്കല്ലോ, അത് എടുത്ത് പുറത്തേക്കിടും. മിണ്ടിപ്പോരുത്, നീ നിൻ്റെ മകനെ വെള്ളപൂശാൻ നോക്കൊന്നും വേണ്ട ആദർശനെ കൊച്ചാക്കിയിട്ട്, അവനാണ് ഈ വീട്ടിലെ ഏറ്റവും ഫ്രോഡ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, മിണ്ടാതെ അവിടെ നിന്നോ എന്ന് പറയുകയാണ് പിന്നെ ജലജ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ നവ്യോ അഭിയോ ആരും ഇല്ല കേട്ടോ, ബാക്കി എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്, ഇവർ രണ്ടുപേരും ഇല്ല. അങ്ങനെ സംസാരിക്കുകയാണ്. അവിടുന്ന് പറയും എന്ത് വന്നാലും വേണ്ടില്ല, അനാമിക മോളെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും കുട്ടിയും കൊണ്ട് വരണം, അവളിവിടെ വേണം, ആ കുട്ടിയെ ഒരിക്കലും ഒരു ഡിവോഴ്സിനെ കുറിച്ച് ഇവിടെ ആരും ചിന്തിക്കുകയേ വേണ്ട, അവളെ ഒഴിവാക്കിയിട്ട് മറ്റവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ ആരും വിചാരിക്കേണ്ട, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വാടോ എന്നും പറഞ്ഞിട്ട് വസുന്ധരി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശനെ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ആകപ്പാടെ അന്തം വിട്ട് നിൽക്കണം കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൽ. പിന്നെ എന്താണ് അജയൻ അങ്ങോട്ട് തിരിഞ്ഞ് ജാനകി നിന്നോട് ആരടി പറഞ്ഞത് ഇപ്പോൾ ആ വീഡിയോ പിന്നെ അച്ഛനെ കാണിക്കാൻ നിന്നോട് ആരടി പറഞ്ഞത് എന്ന് വയ്ക്കുക. അപ്പോൾ പറയും ഇപ്പോഴെങ്കിലും കാണിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ മരുമകൾ നല്ലൊരു കുട്ടി, അവൾ ഈ വീട് വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ. അപ്പോൾ അവിടുന്ന് ജാനകി അങ്ങോട്ട് പോകും. അപ്പോൾ പറയും എന്താണ് ഇങ്ങനെ പോയാൽ എന്താ നമ്മൾ ചെയ്യുക എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അനി അവിടുന്ന് ദേഷ്യം പിടിച്ച് വന്നിട്ട് വീടിൻ്റെ സിറ്റൗട്ടിൽ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ദേവയാനി നായനെയും കൂടെ ചെല്ലിയാണ്. എന്നിട്ട് പറയും മോനെ നോക്കിയപ്പോൾ ഇവരെ കാണുമ്പോൾ ചാടി നീക്കിയ ദേഷ്യം വന്നിട്ട്. അപ്പോൾ പറയും പിന്നെ നീ ഉദ്ദേശിക്കുന്നത്, നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, നമുക്കൊരിക്കലും അവളുമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് വല്യമ്മയ്ക്ക് അറിയാം, പക്ഷേ ഒരു രക്ഷയില്ലല്ലോ, എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കാൻ ചെയ്യുമ്പോൾ അത് തട്ടുന്നുണ്ടായി. അതിൽ പറയും എനിക്കിഷ്ടമായിരുന്നു, കല്യാണത്തിന് മുന്നേ നന്ദുവിന് എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, അത് പറഞ്ഞിട്ട് ആരും നടത്തി തന്നില്ലല്ലോ, എല്ലാത്തിനും കാരണം നയന ചേച്ചി ഈ നയനെടുത്തിയാണെന്ന് പറയും. അപ്പോൾ പറയും ഒരിക്കലും ഞാനതിന് കൂട്ടു നിൽക്കില്ല, ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചി ഞങ്ങളാരും അതിന് കൂട്ടു നിൽക്കില്ല, കാരണം ഞങ്ങൾ 2 പെൺമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, മൂന്നാമത് അവളെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇളയമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, പിന്നെ ആകെ ഈ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയും. നീയുമായിട്ട് എന്താണ് ഒന്നിച്ച് പോകാനാണ് ഇപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിരിക്കേണ്ടതെന്ന്, അത് നടക്കില്ല എന്നറിയാം, അവളെപ്പോലെ ഒരു കൊലയാളിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ പറയും ശരി, ഇനിയിപ്പോൾ അനാമികനെ ഒഴിവാക്കിയാലും നന്ദുവിനെ ഒരിക്കലും നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അത് നടക്കില്ല, ദേവയാനി തീർത്ത് പറയുന്നുണ്ട്, അത് നടക്കില്ല, നീ അങ്ങനെ വിചാരിക്കേ വേണ്ട, നീ അങ്ങനെ ആഗ്രഹിക്കരുത് അനി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അനി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ആദർശൻ്റെ അടുത്ത് വരുന്നുണ്ട്. ആദർശനോട് വന്നിട്ട് പറയും എന്താ ആദർശം നമ്മളിനി ചെയ്യുക, അവനാണെങ്കിൽ കമ്പനി വില്ലിനും എടുക്കുന്നില്ല, അച്ഛനാണെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, ഇനി എന്ത് ചെയ്യും നമ്മൾ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും എനിക്കറിയില്ല അമ്മേ, അവളെപ്പോലെ ഒരു പെൺകുട്ടീനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ദേവയാനി പറയും അവൾ കാരണം മറ്റുള്ളവരെ കൊല്ലാനുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ഒരു കുട്ടിയെ നമുക്ക് ഈ കുടുംബത്ത് വേണ്ട, പക്ഷെ അവളെ ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഒഴിവാക്കിയപ്പോൾ നന്ദുവിനാണെങ്കിൽ ഇവർക്കാണെങ്കിൽ പരസ്പരം ഇഷ്ടമാണ്. അപ്പോൾ നയന് പറയും അത് വേണ്ട ആദർശേട്ടാ, നന്ദുവിൻ്റെയിലേക്ക് പിന്നെ കൊണ്ടെത്തിക്കേണ്ട, കാരണം അതിന് ഞങ്ങൾക്ക് ആർക്കും സമ്മതമല്ല, വെറുതെ ഒരു വലിയൊരു പ്രശ്നമായി തീരും ഈ അനന്തപുരി, അതുകൊണ്ട് അത് ശരിയാവില്ല
ആ കാര്യം അല്ലാണ്ട് വേറെ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ പറയും. അപ്പോൾ പറയും ഞാൻ അനിയനെ കാണാത്തത് അവനെ ഫേസ് ചെയ്യാൻ മടിയായിട്ടാണ് ഞാൻ അവനെ കാണാത്തത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആകെ പ്രശ്നമായിരുന്നു എന്നങ്ങനെ പറയും. അങ്ങനെ കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് നമ്മളുടെ അനന്തപുരി തറവാട്ടിൽ. അനന്തപുരി ആകെ ഇളക്കി മറിച്ചു ആ വീഡിയോ. പക്ഷേ മറ്റേ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി എന്തായാലും അച്ഛൻ്റെ മുന്നിലൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല നമുക്ക്. അവളെക്കുറിച്ച് അച്ഛൻ അവളെ വളരെ നല്ല കുട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവൾ എത്രത്തോളം മോശമാണെന്നുള്ളത് നമുക്കും അറിയാം. നമ്മളും അച്ഛനോട് അവളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി പക്ഷേ ഒന്നും മറച്ചു വെക്കേണ്ട, എല്ലാം അച്ഛനോട് പറയണം, തുറന്ന് പറയണം. അല്ലാതെ പിന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് എന്നിട്ട് പിന്നെ അച്ഛൻ തീരുമാനിക്കട്ടെ എന്ത് വേണം വേണ്ട എന്നുള്ളത്. ഇതുവരെ അച്ഛൻ്റെ വിചാരം അവളൊരു പഞ്ചപാവാന്നാണ്. പക്ഷേ അവളൊരു ദുഷ്ടയാണെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ആദർശും നയനിയും ദേവയാനിയും കൂടെ. അപ്പോൾ എന്തായാലും നമ്മളുടെ മുദ്രമാറ്റിൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.